സോ നമ്മുടെ സ്കൈ വാക്കിൻ്റെ കവാടം ഇതാണ് കേട്ടോ. സ്കൈ വാക്കിലോട്ട് പോവാം. വലിയ രസകരമായിട്ടുള്ള സ്ഥലം. ഓക്കെ, ഇതാണ് നാച്ചുറൽ ഷൂട്ടിംഗ് എന്ന് പറയുന്നത്. മറ്റേത് എന്താ പറയുക, ഒരു ഷൂട്ടിങ് മാത്രം, അതായത് ഒരു ആൽബം പോലെയൊക്കെ ഷൂട്ട് ചെയ്യുക. ഇത് പിന്നെ നമുക്കിങ്ങനെ വിശാലമായിട്ട് ഷൂട്ട് ചെയ്ത് നിങ്ങൾക്ക് ഇതൊക്കെ കാണിച്ചു തരാം. വേണ്ട, അവിടെ താമസിക്കുന്ന ആൾക്കാരുണ്ട്, അവിടെ താമസിക്കാനുള്ള സ്ഥലം ഉണ്ടോയെന്നുണ്ട്. പിന്നെ അതിൻ്റെ അടിയിലാണ് വാട്ടർ ടാങ്ക് ഉള്ളത്. അവിടെ നിന്നാണ് ഞങ്ങൾക്ക് വെള്ളമൊക്കെ വരുന്നത്, പുഴവെള്ളം. അതായത് എന്ത് വെള്ളം? പൈപ്പ് വെള്ളമല്ല, അങ്ങനെ എന്തോന്ന് കണ്ടില്ലേ? പഴക്കമേറിയ മരങ്ങളാണ് ഇതൊക്കെ കാണുന്നത്. ഇവിടെ ഒരു ക്യാരവാൻ നിർത്തിയിട്ട്, ക്യാരവാനല്ല, ഷൂട്ടിങ്ങിന് ഒരു വണ്ടി നിർത്തിയിട്ടുണ്ടായിരുന്നു. അതേ ലാസ്റ്റ് ഒരു ഷൂട്ടിങ് നടന്നിട്ടുള്ളൂ, പ്രഭുവിൻ്റെ ഏതോ പുതിയതോ ഡബിങ്ങോ എന്തായാലും സിനിമ ഷൂട്ട് ചെയ്തിട്ടുള്ളത് കണ്ടില്ലേ. അപ്പോൾ ഇങ്ങനെയാണ് കാര്യങ്ങൾ. നമ്മളിനി എന്തൊക്കെ പോയൊക്കെ കേട്ടോ, നമുക്ക് ഇന്ന് ഇത്രേ പറ്റുള്ളൂ, കാരണം എഡിറ്റ് ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളുണ്ടാവും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കിങ്ങനെ ഷൂട്ട് ചെയ്യുക. ഇതിൽ ടെൻറ്റ് ക്യാമിങ്ങൊക്കെ ഞാൻ നോക്കിയിനി, പക്ഷെ എന്താ വെച്ച് കഴിഞ്ഞാൽ ബ്രദറിന് വയ്യ. ഓക്കെ, ഈസ് നോട്ട് വെരി വെൽ. സോ നമ്മൾ ഫണ്ടൊക്കെ ബ്രദറാണ് ഇറക്കുന്നത്, സ്പോൺസർ ചെയ്യുന്നത്. അപ്പോൾ അതിട്ട് കാര്യമില്ല, കാരണം നമുക്ക് എന്തെങ്കിലും വരുമാനം ഉണ്ടെങ്കിലല്ലേ കാര്യമുള്ളൂ. അപ്പോൾ കണ്ടില്ലേ, അതിൻ്റെ ഒരു ഭാഗമാണ് ഞാൻ കാണിച്ചത്. പിന്നെ ഈ ഭാഗത്ത് പുഴയുണ്ട്, പുഴ കാണിച്ചു തരാൻ. ഇനിയിപ്പോൾ പുഴകളും കുറേ സ്ഥലങ്ങൾ ഇനിയും കാണിച്ചു തരാനുണ്ട്. അതിപ്പോൾ ഞാൻ ഇവിടുന്ന് കാണിച്ചു തരാം. എവിടുന്ന് അറിയോ? നമ്മൾ നാളെ നമുക്ക് ഇവിടേക്ക് പോവാം. എവിടേക്ക്? ആദ്യം നാളെ ഞായറാഴ്ചയല്ലേ, അപ്പോൾ സൺഡേ അറിയുമ്പോൾ നമ്മുടെ ഒരു ഫ്രണ്ട് ഉണ്ട്, റംഷി പറഞ്ഞിട്ട്. അപ്പോൾ മൂപ്പരാളെ കുറിച്ച് എക്സിബിഷന് പഴയകാല ഓൾഡ് സ്റ്റോക്ക് ഐറ്റംസ് ഉണ്ട്, എക്സിബിഷൻ അവന് കൊണ്ട് പോകുന്നത്. ഓക്കെ, അത് ഞാൻ കാണിച്ചു തരാം. അതിൽ കുഞ്ഞ് ഇൻ്റർവ്യൂ ഒക്കെ ആയിട്ട് നമുക്ക് സീരിയസ് ആക്കി എടുക്കാം. ഓക്കെ, ഇവിടെ അങ്കിള് എന്താ പറയുക, ക്ലീനാക്കി കൊണ്ടിരിക്കുകയാണ്. എന്തായാലേ കാടിൻ്റെ ഉള്ളിൽ കൂടെ ചെയ്ത് യാത്ര. എടുക്കുകയാണെങ്കിൽ ഫുള്ള് കിടക്കേണ്ടി വരും. ഇല അടിയിട്ടില്ലേ? താഴോട്ടുണ്ട്, അതാണ്. ഇങ്ങനെ താഴത്തു കൂടെ പോയിട്ട് ഇങ്ങനെ നേരെ മുകളിൽ കയറാം. ഇവിടുന്നൊക്കെ ഇഷ്ടം പോലെ ഷൂട്ട് ഉണ്ടാവും. ഇൻസ്റ്റാഗ്രാമിൽ തപ്പിയുണ്ടല്ലോ ഒരുപാട്. നെൽമ്പൂർ വന്നിട്ട് ഒരുപാട് പേര് അന്നേരം ഫോട്ടോസ് എടുത്തിട്ടൊക്കെ പോകാറുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു ബംഗ്ലാവ് വിശാലമായിട്ട് ഇങ്ങനെ കാണിച്ചു തരിക എന്നുള്ളൊരു വലിയൊരു സ്വപ്നമായിരുന്നു എൻ്റെത് എന്ന് പറയാം. ചിലവരെന്താ പറയുക, ആൽബം മാതിരി ഷൂട്ട് ചെയ്യും. ആൽബം മാതിരി ഷൂട്ട് ചെയ്യാന്ന് കഴിഞ്ഞാൽ മുകളിൽ ഡ്രോൺ ഇതൊക്കെ വെച്ചിട്ട് അതിൻ്റെ വിഷ്വൽസ്, പിന്നെ ഒരു വിഷ്വൽസ്, പിന്നെ ന്യൂസ് ചാനൽസ് വന്നുകൊണ്ട് ഷൂട്ട് ചെയ്യുന്നുണ്ടാവും. നമ്മളിപ്പോൾ എന്താ പറയുക, നമ്മൾ നാച്ചുറലായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരിക. ഓക്കെ, നമ്മൾ നിങ്ങളെ കൊണ്ടുപോയി കാണിച്ചു തരുന്ന പോലെ തന്നെയാണ്. നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. നമ്മളിപ്പോൾ നേരത്തെ കയറിയില്ലേ 500 പടി, ആ പടിയാണത് കേട്ടോ. ഓക്കെ, ഇവിടെ പുലി ഉണ്ടോ വെച്ചാൽ പുലിയില്ല, നരിപ്പാറുണ്ട്, അത് ഞാൻ കാണിച്ചിട്ടുണ്ട്. ആദ്യം നമുക്ക് ഇതൊന്ന് എക്സ്പ്ലോർ ചെയ്യാം. ഇതിൽ വേറെ കൂടുതൽ എന്ത് സ്ഥലമാണ് വേണ്ടത്? നിലമ്പൂർക്കാർക്ക് ഏറ്റവും അഭിമാനിക്കാൻ പറ്റിയ സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ തന്നെയാണ്. DFO ബംഗ്ലാവ്, സ്കൈ വാക്ക്, അതുപോലെ തന്നെ പിന്നെന്താ, പിന്നെ ഉണ്ടല്ലോ തേക്ക് മ്യൂസിയം, കനോൾ പ്ലോട്ട്, പിന്നെ ചെമ്മല ഫിഷ് ഫാം, അങ്ങനെ ഒരുപാട് ടൂറിസ്റ്റ് പ്ലേസുകൾ നമ്മുടെ നിലമ്പൂരിലുണ്ട്. നിലമ്പൂർക്കാർക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഓക്കെ, നിലമ്പൂർക്കാർ പുറത്ത് പോകേണ്ട ആവശ്യമൊന്നുമില്ല, നമ്മുടെ നാട്ടിൽ തന്നെ ഒരുപാട് സ്ഥലങ്ങൾ കാണാനുണ്ട്. പ്രത്യേകിച്ച് കോളനി ടൈപ്പ് ഏരിയാസൊക്കെ നമ്മളറിയാത്ത ഒരുപാട് സ്ഥലങ്ങളുണ്ട്, ഒക്കെ ഉണ്ട് ഇവിടെ. എന്താ അപ്പം? ഓ, ഇവിടെയൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്യാറുണ്ട് കേട്ടോ ചെറുക്കന്മാരും. എന്താ പറയുക, ഇപ്പം വെഡ്ഡിങ് ആയാലും നിക്കാഹ് ഒക്കെ ഇതില്ല,
അപ്പോൾ അവരൊക്കെ ഷൂട്ട് ചെയ്യാറുണ്ട്. ഇപ്പോൾ നമ്മളാരും ഇല്ല, അപ്പോൾ ഒറ്റയ്ക്ക് ഇങ്ങനെ ഷൂട്ട് ചെയ്യുക, അതല്ല അതിൻ്റെ ഒരു ഭംഗി. നമ്മളിങ്ങനെ വ്ളോഗ് മാതിരി അല്ലെങ്കിൽ നമ്മൾ നിന്നുകൊണ്ട് ഇങ്ങനെ ഷൂട്ട് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പക്കാ ബോറാണ്. അപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ വോയിസ് പറഞ്ഞുകൊണ്ട് നമ്മളിങ്ങനെ ഷൂട്ട് ചെയ്ത് ഇങ്ങനെ പോവുകയാണെങ്കിൽ ഏറ്റവും രസകരമായിരിക്കും. അയ്യോ, അടി ക്ലോസ് ആണോ? അടിപൊളി. ഇതെന്താ പറയുക? അടിക്ക് ക്ലോസാ ഉണ്ടോ? ഞാൻ പറഞ്ഞല്ലേ അവിടെയാണ് എൻഡിങ് എന്ന് പറയുന്നത്, ദേ അവിടെ. ഓക്കെ, നമുക്ക് നമുക്ക് ഇനി മുകൾക്ക് പോയാലോ? പക്ഷെ അവിടെ തുറന്നിക്കണ്, പക്ഷെ ഇവിടെ അടച്ചിക്കണ്. കാടാണ് മൊത്തം കാട്. കാട്ടിനുള്ളിൽ പാമ്പുകളൊക്കെ ഉണ്ടോ വെച്ച് കഴിഞ്ഞാൽ പണിപ്പാളും. നമുക്കിനി റോഡൊക്കെ ഒറ്റ മോശമാണ്. പിന്നെ നമ്മൾ വന്ന് കയറി വഴിയില്ലേ, ആ റോഡൊക്കെ നന്നാക്കിയാണ്. പക്ഷേ നമ്മളെ മെയിൻ എൻട്രൻസ് ഉണ്ടല്ലോ അവിടെ പക്ക ബോറായിട്ട് കിടക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ സ്കൈ വാക്കിൻ്റെ അവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ഓക്കെ, പിന്നെ നമ്മൾ വെറുതെ ട്രൈപോഡ് എടുത്ത് വെച്ച്, ട്രൈപോഡ് നമുക്ക് ഇനി ആവശ്യം ഉണ്ടാവും എപ്പോഴെന്നറിയോ? നമുക്ക് ഇവിടെ പോകുമ്പോൾ, നമ്മുടെ നിലമ്പൂർ കുറച്ചൊരു സ്ഥലത്ത് പോകുമ്പോൾ നമുക്ക് ആവശ്യം ഉണ്ടാവും. പുഴേൻ്റെ കരയിലൊക്കെ നമുക്ക് നല്ല ബി റോഡ് ഷോട്ടൊക്കെ എടുക്കാൻ തോച്ചിട്ട്. ഇവിടെ പിന്നെ അധികം ആരും ഇല്ലാത്തതുകൊണ്ട് ഭയങ്കര ഫണ്ണിയാണല്ലേ. ഫണ്ണിയാണല്ല, മെയിൻലി ഇത് പ്ലാൻ ചെയ്തത് തന്നെ ഞാൻ ഒറ്റയ്ക്ക് പ്ലാൻ ചെയ്തതെന്ന് കഴിഞ്ഞാൽ കോവിഡല്ലേ, കൊറോണ ടൈമാണ്. അപ്പം വലിയ ഇൻട്രസ്റ്റഡോ അല്ലെങ്കിൽ സേഫ്റ്റിയോ ഒന്നും ഉണ്ടാവില്ല. കാരണം എല്ലാവർക്കും പേടിയാണ്. അപ്പം നമ്മളെന്ത് ചെയ്യുക? പിന്നെ ഞാൻ അവരോട് എന്താ പറയുക, വീട്ടുകാരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ കൂട്ടുകാരും വിളിക്കുന്നില്ല, നമ്മൾ ഒറ്റയ്ക്കാണ്, ഒറ്റയ്ക്ക് ചെയ്യും. ഒറ്റയ്ക്ക് പോകുന്ന സമയത്ത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും, പിന്നെ മനസ്സ് തുറന്ന് സംസാരിക്കാൻ പറ്റും. ഓക്കെ, അതുകൊണ്ടാണ്. പിന്നെ ആൾക്കാരുടെ ഇടയിൽ എന്താ പറയുക, നടക്കുന്ന സമയത്ത് അത് ഇന്ന് ഇമ്പ്രൂവ് ചെയ്യാം. കാരണം അത്രത്തോളം നമ്മൾ സ്കിൽസ് കൂടിയേ ഉള്ളൂ. ഇപ്പോൾ ഒരുപാട് യൂട്യൂബേഴ്സ് എന്താ പറയുക ചെയ്യുന്നുണ്ട് ചോദിച്ചുകൊണ്ട് ഞാൻ ചെയ്യാമല്ല. നമ്മളുടെ ഒരുപാട് കാലത്ത് ആഗ്രഹമാണ്, ഷോർട്ട് ഫിലിമൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ഓക്കെ, അടിക്ക് ഇറങ്ങണ മാതിരി എളുപ്പമല്ല കേട്ടോ മോൾക്ക് കയറാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇതിനായിട്ട് നല്ല ബുദ്ധിമുട്ടാണ്. ഇത് നമ്മളാ കയറുന്നില്ലേ 500 പടി സ്റ്റെപ്പ്. ഓക്കെ, ഇത് പിന്നെ നിർമ്മിച്ചതാണ്. പിന്നെ നിർമ്മിക്കുക പറഞ്ഞു കഴിഞ്ഞാൽ ബ്രിട്ടീഷുകാരൊന്നല്ല, ഇത് നമ്മുടെ മുനിസിപ്പാലിറ്റി ഇവരൊക്കെ ചേർന്നിട്ട് നിർമ്മിച്ച് വേണ്ടി ഇവിടെ ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞ് അങ്ങനെ ടിക്കറ്റ് കൗണ്ടർ എന്താട്ടി, ടിക്കറ്റ് കൗണ്ടർ അവിടെ മെയിൻ എൻട്രൻസ്, അതായത് കയറുന്ന ഭാഗത്ത് താഴത്തുനിന്ന് ടിക്കറ്റ് എടുത്ത് കയറുന്നതാണ്. ഓക്കെ, ഒരുപാട് ചേഞ്ച് ആയിട്ടുണ്ട് നമ്മുടെ ഈ ഒരു ബംഗ്ലാവ് എന്ന് പറയുമ്പോൾ. ഓക്കെ, മെയിൻ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ സ്കൈ വാക്കാണ് മെയിൻ അട്രാക്ഷൻ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ബ്രിട്ടീഷുകാരുണ്ടാക്കിയ ബംഗ്ലാവ് കാണാനൊക്കെയാണ് ആൾക്കാർ വരുന്നത്. പിന്നെ ഇവിടെ ഷൂട്ട് ചെയ്യാനൊക്കെ വരാറുണ്ട്. മെയിൻലി നമ്മൾ ഇവിടെ ഷൂട്ട് ചെയ്യണമെങ്കിൽ തന്നെ സിനിമ ഷൂട്ടിങ്, ഷോർട്ട് ഫിലിം ഷൂട്ടിങ്ങോ അല്ലെങ്കിൽ തന്നെ എന്ത് ഷൂട്ട് ചെയ്യണമെങ്കിൽ തന്നെ ഫോറസ്റ്റുകാർ അനുമതി ഇല്ലാതെ ഇവിടെ ഷൂട്ട് ചെയ്യാൻ പാടില്ല എന്നൊക്കെയാണ് അവിടുത്തെ നിയമം. ഓക്കെ, അതെന്തോ ആയിക്കോട്ടെ. നമ്മൾ മാധ്യമപ്രവർത്തകനൊന്നുമല്ല, നമ്മൾ ജസ്റ്റ് ഒരു വ്ളോഗർ. നിങ്ങൾക്ക് ട്രാവൽ സീരീസ് ഇഷ്ടമായതുകൊണ്ടാണ്, ട്രാവൽ ഇഷ്ടമാണ് എന്നുള്ള ഒരു ഇതുകൊണ്ടാണ്, കോൺസെപ്റ്റിലാണ് നമ്മൾ ഇതിലോട്ട് ഇറങ്ങി പുറപ്പെട്ടത്. അഥവാ എനിക്ക് സ്ഥലങ്ങൾ കാണുകയും ചെയ്യാം, ഒരുപാട് കാര്യങ്ങൾ എക്സ്പീരിയൻസും ചെയ്യുകയും ചെയ്യാം. നടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എളുപ്പമുള്ള പണിയൊന്നുമല്ല. ഓക്കെ, നടക്കുന്ന സമയത്ത് നമുക്ക് നല്ലൊരു ഇത് തന്നെയാണ്, എക്സസൈസാണ് നടക്കുന്നത്. ഓക്കെ, ഇതൊക്കെ ഉണ്ടേ, ഫണ്ണിയല്ല. ഇതിൻ്റെ മുകൾ ഭാഗം കാണിച്ചേ, ഇവിടെ അടിയിൽ നിന്ന് കണ്ടോ, അടിഭാഗം
താഴോട്ട് പോയി. ഇനി നമുക്ക് നേരെ മുകളിലോട്ടാണ് പോകല് കേട്ടോ. ഇവിടെ നല്ല വിശാലമായ സ്ഥലമുണ്ട്. എന്തായാലും നമുക്ക് മുകൾക്ക് പോയിട്ട് അവിടുന്ന് ബാക്കി കാര്യങ്ങൾ എടുക്കാം. ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ ഇറങ്ങാനുള്ളത് അതിൽക്കൂടെ ഇതിൽ കൂടെ കയറിയിട്ട് അതിൽക്കൂടെ ഇറങ്ങും. ഓക്കെ, തന്നെ ഭയങ്കര അത് പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇതന്നെ ചിലപ്പോൾ സീരിയസ് ആയിട്ട് ഇറക്കേണ്ടി വരും. ഇനി നമുക്കൊന്ന് വേറൊരു കാര്യം കാണിച്ചു തരാനുണ്ട്. ഓക്കെ, പിന്നെ ഒരു കാര്യം കൂടി കാണിച്ചു തരാൻ ഞാൻ പറഞ്ഞില്ല. ഇതിനെ പറ്റി എഴുതിയത് ഇവിടെയുള്ളു. ബംഗ്ലാവ് കുന്നിൻ്റെ ഓഫീസ്, വിനോദസഞ്ചാര കേന്ദ്രങ്ങളൊക്കെ ഇവിടെ കൊടുത്ത്. ഓക്കെ, ഏകദേശം ഇങ്ങനെയാണ് അതിൻ്റെ ചരിത്രം വരുന്നത്. ഞാൻ പറഞ്ഞില്ലേ അത് ചരിത്രം മ്യൂസിയം ആക്കാൻ പോകുന്നുണ്ടെന്നുള്ളത്. അതിൻ്റെ ഒരു ന്യൂസ് പേപ്പർ കട്ടിങ്സ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇതൊക്കെ എന്നാവുമെന്ന് അള്ളാഹ്ക്കറിയാം. എന്തായാലും നന്നായി തരട്ടെ. നമ്മുടെ നമുക്ക് അഭിമാനിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളല്ലേ. അപ്പോൾ ഇനി നമ്മളിതിൻ്റെ എക്സിറ്റ് കടന്ന് ഇനിയൊരു സംഭവം കൂടി ഉണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. ജസ്റ്റ് വെയിറ്റ് ഫോർ ഇറ്റ്. ഓക്കെ, മാക്സിമം നമ്മൾ കാണിച്ചാൽ ശ്രമിക്കാം. ഓക്കെ, വിത്ത് സേഫ്റ്റി. ഇതിൽ പോകണം. ഇതിലൊരു വഴി ഉണ്ടല്ലോ. LVC. ഓക്കെ, അപ്പോൾ നമ്മളിങ്ങനെ പോയിട്ട് ഹായ് വാവ്, വാട്ട് എ ബ്യൂട്ടിഫുൾ പ്ലേസ്. ഇവിടെയൊക്കെ ആകെ ഇടിഞ്ഞോ? ഇവിടെ നിന്ന് ഇങ്ങനെ അല്ലായിരുന്നല്ലോ. എൻ്റെ മുകളിലത്തെ ഭാഗം കാണിച്ചു തരാണെങ്കിൽ രസമായിരിക്കും. ഇവിടെ ഒരു വാരിക്കുഴിയൊക്കെ ഇവിടെ കണ്ടിരുന്നു. ഇതാണ് ജണ്ട, ഫോറസ്റ്റാറെ ജണ്ട എന്ന് പറയുന്നത്. ഫോറസ്റ്റാർ ഏരിയ ആയതുകൊണ്ട് തന്നെ ഇവിടെ ജണ്ട. ഇവിടെ ഒരു വാരിക്കുഴി ഉണ്ട് കേട്ടോ. കഞ്ഞിക്കുഴിയല്ല, വാരിക്കുഴി. നല്ല മുള്ളൊക്കെയാണ്. നല്ല തമ്മിലൊക്കെ സെറ്റാക്കണം. ഇവിടെ ഒരു ക്യാമ്പൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. കിളികളൊക്കെ നല്ല പ്രകൃതി രമണീയമായ സ്ഥലമാണ്. ഇവിടെ നിന്ന് ഇടിഞ്ഞോ? ഇതിൻ്റെ മുകളിൽ അയ്യോ, ഇതിൻ്റെ മുകളിൽ വന്നു കഴിഞ്ഞാൽ ഒരുപാട് ഇത് കാണിച്ചായിരുന്നു. ലെറ്റ് മീ സീ. ഞാനേ നോക്കട്ടെ, തിരിച്ചിറങ്ങാൻ പറ്റാൻ നോക്കട്ടെ കേട്ടോ. നമുക്ക് കാണിച്ചു തരാം. നരിപ്പാറ കാണിച്ചു തരാം. നരിപ്പാറ എന്ന സംഭവം ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇതാണ് നരിപ്പാറ എന്ന് പറയുന്നത് കേട്ടോ. ഇവിടെയാണ് പുലിനെ ബറി ചെയ്തിട്ടുള്ളതെന്നൊക്കെയാണ് പറയപ്പെടുന്നത്. ഓക്കെ, എൻ്റെ ഫോട്ടോസൊക്കെ എൻ്റെ അടുത്തുണ്ട്. എന്തായാലും ഞാൻ
ഓക്കെ, ഇവിടെ വലിയ ഷോപ്പും കാണിക്കുന്നില്ല. ഓക്കെ, കയറി കഴിഞ്ഞാൽ പണിയിട്ടോ ബാഗ്. അവിടെ കയറിയ സീനാണ്. ഇവിടെ കാകം മരം ഇതാക്കിയാണ്. ഇവിടുന്ന് കാണിച്ചു തരുന്നത് ഏസീന്, പക്ഷെ ഇവിടുന്ന് കാണൂല കേട്ടോ. ഇനിയിപ്പോൾ ഇതൊക്കെ ഇനി റെഡിയാക്കിയിട്ട് വേണം. സോ നമുക്കൊന്ന് ഇറങ്ങാം. ഏകദേശം സെറ്റ് ആയിക്കണേ. ഇതുണ്ടല്ലേ പ്രകൃതിയിലെ കിളികളാണ്, അതായത് പ്രകൃതി ശബ്ദങ്ങളാണ് കേട്ടോ അതിലുള്ളത്. അതിലുള്ള കോപ്പറേറ്റ് വന്നൊന്നും കാര്യങ്ങളില്ല. ചെരുപ്പ് പൊട്ടിയല്ലേ. എന്തായാലും ഇന്നത്തേക്ക് ഇത് മതി. നമ്മളിനി എവിടെ നിന്ന് എഡിറ്റ് ചെയ്യും. ഓക്കെ, എഡിറ്റിങ് കഴിഞ്ഞിട്ട് നമുക്ക് പോവാം. അല്ലാതെ എന്താട്ടെ ഇവിടെയൊക്കെ മുകളിലിട്ടേക്കാം. ആ ഡോമിറ്ററി എടുക്കണമെന്നുണ്ടേ ഇനി. അയ്യോടാ, കമ്പൂത്തി കയറി. ഈ ചെരുപ്പിട്ടാലോ സീനതാണ്. എന്തായാലും പുതിയ ചെരുപ്പിടാത്തല്ലേ ഭാഗ്യം. പുതിയൊരെണ്ണം ഉണ്ട്. ചാല ഡോമിറ്ററി എന്ന സംഭവം അവിടെയാണ്, പക്ഷെ ഇവിടെ ക്യാമ്പ് എടുക്കുകയാണ്. പോയി നോക്കണം. പോയി നോക്കിക്കഴിഞ്ഞാൽ സീനാണ്. അപ്പം അങ്ങനെ ഇവിടുത്തെ വൈൻഡപ്പ് ചെയ്യാൻ സമയമായിട്ടുണ്ട്. ചാല ഡോമിറ്ററിയുടെ ആളുകളൊക്കെ ഉള്ളതുകൊണ്ടാണ്. വേണ്ട, അവിടെ എന്തോ ക്യാമ്പ് എടുക്കുകയാണ്. ഷൂട്ട് ചെയ്യാൻ പാടില്ല, കാരണം ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ സീനാണ്. ഒരിക്കത്തിലേക്ക് ഇത് പ്രശ്നം വന്നു കഴിഞ്ഞാൽ. അപ്പോൾ എന്താ പറയുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇവിടുത്തെ ഈ ഒരു ലൊക്കേഷനും കാര്യങ്ങളൊക്കെ ഞാൻ ഇത് സീരിയസ് ആക്കിയിട്ട് ഞാൻ ഇടുന്നതായിരിക്കും. സീരിയസ് പറഞ്ഞാൽ ഇത് എത്രത്തോളം ഉണ്ട് ലെങ്തി ആണെന്ന് നോക്കിയിട്ട്, അല്ലെങ്കിൽ ഞാൻ ഇടും. എപ്പിസോഡ് 1 എന്ന് പറഞ്ഞിട്ട് ഇടും. അതിന് ശേഷം വേറെ കുറച്ച് കാര്യങ്ങൾ എടുക്കുന്നുണ്ട്. ബാക്കി സീരീസും കാര്യങ്ങളൊക്കെ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ അതുപോലെ തന്നെ വാട്സപ്പ് സ്റ്റാറ്റസിലൊക്കെ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും, ഫേസ്ബുക്കിലൊക്കെ. അപ്പോൾ എല്ലാവർക്കും പുതിയ സീരീസിലേക്ക് കാണുന്നതായിരിക്കും. ബൈ.